പാമ്പുകടിയേറ്റുള്ള മരണങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകൾ അടുത്തിടെയായി നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. പാമ്പുകളെക്കുറിച്ചും അവയുടെ സ്വഭാവം, പ്രതികാരം അങ്ങനെ പല മിഥ്യാധാരണകളും ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. അത്തരത്തിൽ പാമ്പുകളെ സംബന്ധിച്ച് കൗതുകമുണർത്തുന്ന കാഴ്ചകളിലൊന്നാണ് പാമ്പാട്ടിയുടെ മകുടിക്ക് മുൻപിൽ പണം വിരിച്ചാടുന്ന പാമ്പുകളുടെ കാഴ്ച. മകുടിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന സംഗീതത്തിന്റെ ഈണത്തിനനുസരിച്ച് പാമ്പ് നൃത്തം ചെയ്യുകയാണെന്നാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. എന്നാൽ ഇതിന് പിന്നിലെ ജൈവശാസ്ത്രപരമായ വശങ്ങളും ശാസ്ത്രീയ സത്യങ്ങളും വ്യത്യസ്തമാണ്. മനുഷ്യരെ പോലെ സംഗീതം ആസ്വദിക്കുവാനോ അതിന്റെ താളത്തിനൊത്ത് ചലിക്കുവാനോ ഉള്ള കഴിവ് പാമ്പുകൾക്കില്ല എന്നതാണ് വസ്തുത. ജൈവശാസ്ത്രപരമായി പാമ്പുകൾക്ക് മനുഷ്യരെ പോലെയോ മറ്റു മൃഗങ്ങളെ പോലെയോ ഉള്ള ബാഹ്യകർണങ്ങളില്ല. വായുവിലൂടെ തരംഗങ്ങളായി സഞ്ചരിക്കുന്ന ശബ്ദങ്ങളെ തിരിച്ചറിയുവാൻ അവയുടെ ശരീരഘടന അനുവദിക്കുന്നില്ല. അതിനാൽ തന്നെ മകുടിയിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതം പാമ്പുകൾ ഒരിക്കലും കേൾക്കുന്നില്ല എന്നതാണ് ശാസ്ത്രീയമായ വസ്തുത. ബാഹ്യകർണങ്ങളില്ലെങ്കിലും പ്രകൃതിയിലെ ചലനങ്ങൾ മനസ്സിലാക്കാൻ പാമ്പുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. നിലത്തുകൂടിയും വായുവിലൂടെയും എത്തുന്ന പ്രകമ്പനങ്ങൾ തിരിച്ചറിയുവാൻ അവയുടെ താടിയെല്ലുകളിലെ പ്രത്യേക അസ്ഥിഘടനയാണ് അവയെ സഹായിക്കുന്നത്. നിലത്തുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും താടിയെല്ലുകളിലെ അസ്ഥികൾ വഴി പാമ്പുകളുടെ ആന്തരിക ചെവിയിലേക്ക് സന്ദേശങ്ങളായി എത്തും. ഈ വൈബ്രേഷനുകളെയാണ് ചുറ്റുമുള്ള പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഭീഷണികളും തിരിച്ചറിയുവാൻ പാമ്പുകൾ ആശ്രയിക്കുന്നത്. പാമ്പാടി മകുടി ഊതുമ്പോൾ തന്റെ മുന്നിലുള്ള ഒരു ശത്രു എന്ന നിലയിലാണ് പാമ്പ് അതിനെ കാണുന്നത്. മകുടിയുടെ ചലനങ്ങൾക്കനുസരിച്ച് ശരീരം ചലിപ്പിച്ച് പാമ്പ് തന്റെ ജീവന് ഭീഷണിയാകുന്ന ഒരു വസ്തുവിനെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പാമ്പ് സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നതായി കാണുന്നവർക്ക് തോന്നുന്നതും. മൂർഖൻ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ പൊതുവെ ഭീരുക്കളാണെങ്കിലും പെട്ടെന്ന് പ്രതികരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മുന്നിൽ പെട്ടെന്നുണ്ടാകുന്ന ചലനങ്ങളെ അവ വളരെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. തനിക്കെതിരെ നിൽക്കുന്ന ആയുധമോ ശത്രുവോ എന്നാണ് മകുടിയെ പാമ്പ് കരുതുന്നത്. മകുടി കയ്യിലെടുത്ത് പാമ്പാട്ടി ഇടത്തുനിന്നും വലത്തേക്ക് ചലിപ്പിക്കുമ്പോൾ ആ ഉപകരണത്തിൽ നിന്നും കണ്ണെടുക്കാതെ അതിന്റെ ചലനങ്ങൾക്കനുസരിച്ച് പാമ്പ് തന്റെ തലയും ശരീരവും അതേ ദിശയിലേക്ക് മാറ്റാൻ തുടങ്ങുന്നു. പാമ്പ് പണം വിരിച്ചു നിൽക്കുന്നത് മുന്നിലുള്ള ശത്രുവിനെ ഭയപ്പെടുത്താനുള്ള ഒരു പ്രതിരോധമാണ്. മുന്നിലുള്ള ശത്രുവിനെ ഏതു നിമിഷവും ആക്രമിക്കുവാനും അതല്ലെങ്കിൽ സ്വയം രക്ഷപ്പെടാനുമുള്ള ഒരു തന്ത്രമാണ് പാമ്പിന്റെ ഈ നിൽപ്പ്. ഇവിടെ പാമ്പ് പ്രതികരിക്കുന്നത് മകുടിയുടെ സംഗീതത്തോടല്ല, അതിന്റെ ദൃശ്യപരമായ ചലനത്തോടാണ്. ഇതിനൊപ്പം പാമ്പാട്ടി താളമിടാനായി നിലത്ത് കാൽ തട്ടുമ്പോഴും ശരീരം ചലിപ്പിക്കുമ്പോഴും ഉണ്ടാകുന്ന ശക്തമായ പ്രകമ്പനങ്ങൾ പാമ്പിന്റെ താടിയെല്ലുകൾ തിരിച്ചറിയും. ഈ പ്രകമ്പനങ്ങളും മകുടിയുടെ ചലനങ്ങളും ഒത്തുചേരുമ്പോൾ പാമ്പ് കൂടുതൽ അക്രമാസക്തനാവുകയോ ജാഗരൂകനാവുകയോ ചെയ്യും. ചുരുക്കത്തിൽ കാഴ്ചയും സ്പർശനവും മാത്രമാണ് പാമ്പിനെ ചലിപ്പിക്കുന്നത് എന്നർത്ഥം. പാമ്പാട്ടികൾ ജനങ്ങളെ ആകർഷിക്കുവാൻ ഈ ശാസ്ത്രീയ സത്യത്തെ തങ്ങളുടെ തന്ത്രമാക്കി മാറ്റുകയായിരുന്നു എന്നതാണ് സത്യം. മകുടിക്കു പകരം ഒരു സാധാരണ വടിയോ കൈയോ പാമ്പിന് മുന്നിൽ ചലിപ്പിച്ചാൽ പോലും പാമ്പ് ഇതേ രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്.